KSRTC ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയം നടത്തിപ്പ് കരാറുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കോട്ടയം തിരുവല്ല യൂണിറ്റുകളിലെ ശൗചാലയം നടത്തിപ്പുകാർക്കെതിരെ ശുചീകരണ പ്രവർത്തനങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്ന് കാട്ടിയാണ് നടപടി. ഡിപ്പോകളിൽ മിന്നൽ പരിശോധന നടത്താൻ CMD നിർദ്ദേശം നൽകി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, എന്താണ് ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ? വേണു, സംസ്ഥാനത്ത് മഴക്കാലമാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഈ KSRTC ഡിപ്പോകളിലെ ശൗചാലയം അതിലെ വൃത്തിയില്ല എന്ന് സംബന്ധിച്ച് നിരവധി പരാതികൾ ഗതാഗത മന്ത്രിക്കും CMDക്കും KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെ ചില ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് പരാതികൾ കിട്ടിയ ചില ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് CMDയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിക്കുള്ള നിർദ്ദേശം ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ളത്. KSRTC കോട്ടയം തിരുവല്ല ഡിപ്പോകളിലെ ശൗചാലയം നടത്തിപ്പിനുള്ള കരാർ ഉടമ്പടിയിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പല വ്യവസ്ഥകളും പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നൽകി വീണ്ടും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ഗതാഗത മന്ത്രിയും അതേപോലെ തന്നെ KSRTC CMDയും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ഗൗരവമുള്ള സമീപനം കൈക്കൊള്ളണമെന്നും കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ശൗചാലയം നടത്തിപ്പ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ മിന്നൽ പരിശോധന നടത്താനും KSRTC CMD നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.